ഇന്നേ നമുക്കൊരു കുമ്പളങ്ങ പറിക്കാൻ പോകട്ടാ. കുമ്പളങ്ങ എങ്ങണ്ടാ പറിക്കാൻ പോണതെന്നല്ലേ എൻ്റെ വീട്ടിലേക്ക്. അപ്പം അവിടെ കുറച്ച് 2 കുമ്പളങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് മറിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്, കാട് പടലം പോലെ നിൽക്കുന്നത്. അപ്പോൾ ഒരു കുമ്പളങ്ങ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വേറൊന്ന് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഇത് രണ്ടാമതുണ്ടായതാണ്. അപ്പം നമുക്ക് വേണ്ടത് അവിടെ കിടക്കുന്ന കുമ്പളങ്ങയാണ്. ആ കിടക്കുന്ന കുമ്പളങ്ങേനെ നോക്കി ഞാൻ ഒരു അരമണിക്കൂർ അവിടെ തപ്പി നടന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് വേപ്പിലൊക്കെ ഒടിഞ്ഞ് വീണത് കിട്ടി. എന്തായാലും കുറേ സമയം നോക്കിയിട്ട് ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കത്തിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അത് അരിഞ്ഞെടുക്കണം. കാരണം മാങ്ങയും പുളിയൊക്കെ പറിക്കണ പോലെ നമുക്ക് വലിച്ചാൽ അത് കിട്ടില്ലല്ലോ. കത്തി തന്നെ വേണം. ഞാനൊന്ന് വലിച്ച് നോക്കിയിട്ടാണ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കത്തിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്തിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് കുമ്പളങ്ങയൊക്കെ മുറിച്ചു. കുമ്പളങ്ങ കൊണ്ട് ഓലനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓലൻ മാത്രമല്ല, മോരുകറി ഉണ്ടാക്കിയാലും ഒക്കെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുമ്പളങ്ങയൊക്കെ പറിച്ചെടുത്തിട്ട് വന്നു. ഇത് പറിക്കുമ്പോഴും ഇത് കൊണ്ടുവരുമ്പോഴും ഒന്നും എനിക്ക് വെള്ള കളർ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ മൊത്തം വെള്ള പെയിൻറ്റ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ നോക്കുന്നത് കേട്ടോ, അതിങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കുമ്പളങ്ങയും വേപ്പിലയൊക്കെ ആയി നമുക്ക് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാം.